കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതെ, നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച് നമ്മുടെ കാൽ തട്ടിൽ പോകാതിരിക്കേണ്ടതിന് അവൻ നമ്മളെ കൈകളിൽ വഹിച്ച് നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 64 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ദാവീദ് താൻ കടന്നു പോകുന്ന അവസ്ഥകളിൽ തൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ എന്ന്. കൂടാതെ ശത്രു ഭയത്തിൽ നിന്നും എൻ്റെ പ്രാണനെ പാലിക്കണമേ. ഇവിടെ നാം പഠിക്കുമ്പോൾ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനകൾ, നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിൽ നിന്നും അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ഭയങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ വേദനകളും ദൈവത്തോട് തുറന്ന് പറയുകയാണ്. അതെ, ആ കൃപാസനത്തിന് അടുക്കിലേക്ക് ചെന്ന് തൻ്റെ അവസ്ഥകളെ താൻ തുറന്നു പറയുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്താകട്ടെ, വേദനകളോ രോഗങ്ങളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ എന്തായാലും തുറന്നു പറയുവാൻ തക്കവണ്ണം നമുക്ക് സ്വർഗത്തിൽ ഒരു പിതാവ് ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം. ജീവിതത്തിൽ താൻ പറയുകയാണ്, എനിക്കൊത്തിരി സങ്കടങ്ങളുണ്ട് എന്നാണ്. ജീവിതത്തിൽ കടന്നു പോകുന്ന ഏതോ വലിയ ദുരിതങ്ങൾ നടുവിൽ ദൈവത്തിൻ്റെ ഭക്തൻ ദൈവത്തിങ്കിലേക്ക് മുഖം ഉയർത്തുകയാണ്. തൻ്റെ ഭക്തന്മാർക്ക് സഹായം വരുന്ന ഒരിടമുണ്ട്. അത് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ്. ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ് തൻ്റെ മക്കൾക്ക് സഹായം ലഭിക്കുന്നത്. ദൈവം കാതോർത്ത് നിൽക്കുന്നു നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുവാൻ, നമ്മുടെ വിഷമതകളെ അറിയുവാൻ ദൈവം എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടുക്കൽ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളതാണ്. അത് നാം വിശ്വസിക്കണം. അതെ, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവന് ദൈവമുണ്ട് എന്നും തന്നോട് അടുക്കുന്നവർക്ക് സഹായം കൊടുക്കുന്നുവെന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസത്തോടുകൂടെ പ്രയാസ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിങ്കിലേക്ക് അടുത്ത് എന്നാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ എല്ലാവരോടും പറവാൻ കഴിയില്ല. മക്കൾ സ്നേഹമുള്ള മാതാപിതാക്കന്മാരോട് തങ്ങളുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. ചിലർ തങ്ങളുടെ ഉറ്റ സ്നേഹിതരോട് സങ്കടങ്ങൾ പറയാറുണ്ട്. എന്നാൽ മാതാപിതാക്കൾക്കോ ഉറ്റ സ്നേഹിതർക്കോ നമ്മുടെ സങ്കടങ്ങൾക്ക് ഒരു പരിധിവരെ മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് സങ്കടം പറയുമ്പോൾ അത് അല്പം താമസിച്ചാലും അവൻ നമ്മുടെ സങ്കടങ്ങൾക്ക് പൂർണ്ണപരിഹാരം തരുവാൻ കഴിയും എന്നുള്ളതാണ്. ഈ നാളുകളായി ഒരുപക്ഷെ പല സങ്കടങ്ങൾ പേറിക്കൊണ്ട്, പല ഭാരങ്ങൾ പേറിക്കൊണ്ട് ദൈവത്തോട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ ഇതാ, അല്പം വൈകിയാലും പ്രവർത്തിക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം നമുക്ക് സ്വർഗത്തിനുണ്ട് എന്നുള്ളതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ അവന് ഭയവും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. തനിക്ക് വളരെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു.
സങ്കടം കൊടുത്ത വ്യക്തികൾ തനിക്കുണ്ടായിരുന്നു. സ്വന്തം മകനായ അബ്ശാലോം, തന്റെ അമ്മായിപ്പനായ ശൗൽ, അതുപോലെ തന്നെ മന്ത്രിസഭയിലെ അഖിത്തോഫേൽ, ഇവരൊക്കെ ദാവീദിന് സങ്കടം കൊടുത്തവരായിരുന്നു. ദാവീദിന് പുറത്തും അകത്തും സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, ദൈവമേ, നീ എൻ്റെ സങ്കടങ്ങൾ അറിയണമേ, എൻ്റെ പ്രാണ സങ്കടങ്ങളെ നീ അറിയണമേ. അതെ, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, നിന്റെ സങ്കടങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ളവനായ ദൈവം ഉയരത്തിലുണ്ട്. അവങ്കലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തുമെങ്കിൽ, അവങ്കലേക്ക് നീ അടുത്തു ചെല്ലുമെങ്കിൽ, ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ഏത് വിഷയങ്ങൾക്കും പരിഹാരം ദൈവം തരും എന്നുള്ളതാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവിടെ ഒരു സങ്കടപുത്രനായിരിക്കുന്ന ജബ്ബേസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ തന്റെ സങ്കടവുമായി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് അവൻ ചെല്ലുകയാണ്. അവൻ തന്റെ സങ്കടങ്ങളെ ദൈവത്തോട് തുറന്നു പറയുന്നു. അവന്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചുവെന്ന്. അവൻ തന്റെ സങ്കടങ്ങളുമായി ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ എന്നെ നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ ഇടുക്കവും ഞെരുക്കവും ഒന്ന് മാറ്റണമേ, നീ എൻ്റെ അതിരുകളെ ഒന്ന് വിശാലമാക്കണമേ, നിന്റെ കരം എന്നോടുകൂടെ ഇരിക്കണമേ, അനർത്ഥങ്ങൾ എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാക്കണമേ. തൻ്റെ സങ്കടങ്ങൾ ദൈവത്തോട് തുറന്നു പറയുന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. അതെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവന്റെ സന്നിധിയിൽ തകർന്ന ഹൃദയത്തോടുകൂടെ നീ അടുത്ത് ചെന്നാൽ അവൻ നിന്നെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. ഹന്നായുടെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൾ ഒത്തിരി സങ്കടമുള്ളവളായിരുന്നു. അവളുടെ സങ്കടങ്ങളുമായി അവൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവൾ ഹൃദയം കലങ്ങി കണ്ണുനീരോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ സങ്കടങ്ങളെ അറിഞ്ഞു. അവൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപക്ഷെ നാളുകളായി പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. എന്നാൽ മറുപടി തരുന്നൊരു ദൈവം, നിന്റെ സങ്കടങ്ങളെ കാണുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന, ഹൃദയത്തിന്റെ തകർച്ച അറിയുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. വൈകിയാലും അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ദൈവത്തെ കാത്തിരിക്കുക. അത്ഭുതങ്ങളുടെ വഴികൾ തുറക്കുവാൻ ദൈവം സർവശക്തനാണ്. ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിന്റെ സങ്കടങ്ങളെ അറിഞ്ഞ് പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് നമ്മുടെ സങ്കടത്തിൽ ദൈവത്തെങ്കിലേക്ക് അടുത്തിയെല്ലാം പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ സങ്കടങ്ങളിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. സങ്കടങ്ങൾ വരുത്തുന്ന മേഖലകളെ ഈ ദിവസങ്ങളിൽ ആനന്ദമാക്കി മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കത്ത് സൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.